ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് PSC എക്സാമിനായി തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി കുറച്ച് GK ചോദ്യങ്ങളാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സചിത്ര പുസ്തകങ്ങൾക്കായി ബ്രിട്ടീഷ് പ്രസാധകരായ ആൻഡേഴ്സൺ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? സചിത്ര പുസ്തകങ്ങൾക്കായി ബ്രിട്ടീഷ് പ്രസാധകരായ ആൻഡേഴ്സൺ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? ക്ലോസ് ഫ്ലൂറെ പ്രൈസ്. 2019 ദേശീയ വിദ്യാർത്ഥി പാർലമെൻറ്റ് വേദി. 2019 ദേശീയ പാർലമെൻറ്റ് വേദി തിരുവനന്തപുരം. ഇറാഖിൻ്റെ ദേശീയ പുഷ്പം ഏതാണ്? ഇറാഖിൻ്റെ ദേശീയ പുഷ്പം ഏതാണ്? റോസ്. ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന കൃതി എഴുതിയത് ആരാണ്? ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന കൃതി എഴുതിയത് ആരാണ്? ഹാർപ്പർ ലീ. ആഴിമല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഴിമല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 2019 ബാലശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി. 2019 ബാലശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തിരുവനന്തപുരം. തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? തമിഴ്നാട്. ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന കൃതിയുടെ രണ്ടാം ഭാഗം ഏതാണ്? ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന കൃതിയുടെ രണ്ടാം ഭാഗം ഏതാണ്? ഗോ സെറ്റ് എ വാച്ച്മാൻ. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ സ്പീക്കർ ആയിരുന്ന വ്യക്തി ആരാണ്? ബൽറാം ധാക്കർ. ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് ആരാണ്? സാമുവൽ കോഹൻ. കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. സേണിൻ്റെ ആസ്ഥാനം. സേണിൻ്റെ ആസ്ഥാനം ജനീവ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ. നോർക്കയുടെ ആസ്ഥാനം. നോർക്കയുടെ ആസ്ഥാനം തിരുവനന്തപുരം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. കേരളത്തിലെ ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ. കേരളത്തിലെ ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ പൂജപ്പുര. നോർക്ക ആരംഭിച്ച വർഷം. നോർക്ക ആരംഭിച്ച വർഷം 1996. കേരള PSCയുടെ ആസ്ഥാനം. കേരള PSCയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ഭൂഗുരുത്വബലം ഏറ്റവും കുറഞ്ഞ ഭൂമിയിലെ പ്രദേശമേത്? ഭൂഗുരുത്വബലം ഏറ്റവും കുറഞ്ഞ ഭൂമിയിലെ പ്രദേശമേത്? ഭൂമധ്യരേഖ. മയൂരസിംഹാസനം നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആര്? മയൂരസിംഹാസനം നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആര്? ഷാജഹാൻ.
മയൂരാക്ഷി പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? മയൂരാക്ഷി പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 12. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 2. കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ചത് ആര്? കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ചത് ആര്? ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട്. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 12. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച ഭാഷ? ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച ഭാഷ? ലാറ്റിൻ. സാർക്ക് സംഘടനയിൽ ഏറ്റവും ഒടുവിലായി അംഗമായ രാജ്യമേത്? സാർക്ക് സംഘടനയിൽ ഏറ്റവും ഒടുവിലായി അംഗമായ രാജ്യമേത്? അഫ്ഗാനിസ്ഥാൻ. ബാസ്കറ്റ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം? ബാസ്കറ്റ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 5. ഏത് യുദ്ധത്തിൻ്റെ ഫലമായാണ് ചൈനീസ് പ്രവാസിയായ ഹോങ്കോങ് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായത്? ഏത് യുദ്ധത്തിൻ്റെ ഫലമായാണ് ചൈനീസ് പ്രവാസിയായ ഹോങ്കോങ് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായത്? കറുപ്പ് യുദ്ധം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? റൂസോ. ചാൾസ് ഡിക്കൻസിൻ്റെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് ഡിക്കൻസിൻ്റെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് നഗരത്തിലാണ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് നഗരത്തിലാണ്? ന്യൂയോർക്ക്. ചൈനയിൽ തുറന്ന വാതിൽ നയവുമായി മുന്നോട്ട് വന്ന രാജ്യം? ചൈനയിൽ തുറന്ന വാതിൽ നയവുമായി മുന്നോട്ട് വന്ന രാജ്യം? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം? ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 15. കലിംഗ പുരസ്കാരം നൽകുന്ന രാജ്യാന്തര സംഘടന? കലിംഗ പുരസ്കാരം നൽകുന്ന രാജ്യാന്തര സംഘടന? യുനെസ്കോ. ഏറ്റവും കൂടുതൽ തവണ നൊബേൽ സമ്മാനം ലഭിച്ച രാജ്യാന്തര സംഘടന? ഏറ്റവും കൂടുതൽ തവണ നൊബേൽ സമ്മാനം ലഭിച്ച രാജ്യാന്തര സംഘടന? റെഡ് ക്രോസ്. ഇസ്ക്ര പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഇസ്ക്ര പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? വ്ളാഡിമിർ ലെനിൻ. ഏത് സെക്രട്ടറി ജനറലിൻ്റെ പേരിലാണ് ന്യൂയോർക്കിലെ UN ലൈബ്രറി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഏത് സെക്രട്ടറി ജനറലിൻ്റെ പേരിലാണ് ന്യൂയോർക്കിലെ UN ലൈബ്രറി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഡാഗ് ഹാമർഷോൾഡ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അരിസ്റ്റോട്ടിൽ. കൊച്ചി രാജ്യചരിത്രത്തിൽ അധികാരമേറ്റ ഒരേയൊരു രാജ്ഞി? കൊച്ചി രാജ്യചരിത്രത്തിൽ അധികാരമേറ്റ ഒരേയൊരു രാജ്ഞി? റാണി ഗംഗാധര ലക്ഷ്മി. പേശികളില്ലാത്ത അവയവം ഏത്?
പേശികളില്ലാത്ത അവയവം ഏത്? ശ്വാസകോശം. മാടഭൂപതി എന്ന് വിളിക്കപ്പെട്ട രാജാക്കന്മാർ. മാടഭൂപതി എന്ന് വിളിക്കപ്പെട്ട രാജാക്കന്മാർ. കൊച്ചി രാജാക്കന്മാർ. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ സർവ സൈന്യാധിപൻ ആര്? വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ സർവ സൈന്യാധിപൻ ആര്? ഡിൽനോയ്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കാൾ ലിനേഴ്സ്. വഞ്ചി ഭൂപതി എന്ന പേരിലറിയപ്പെട്ട രാജാക്കന്മാർ. വഞ്ചി ഭൂപതി എന്ന പേരിലറിയപ്പെട്ട രാജാക്കന്മാർ. തിരുവിതാംകൂർ രാജാക്കന്മാർ. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത്. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. കേരളത്തിൽ പോർച്ചുഗീസുകാർ നടത്തിയ അതിക്രമങ്ങൾ വിവരിക്കുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? കേരളത്തിൽ പോർച്ചുഗീസുകാർ നടത്തിയ അതിക്രമങ്ങൾ വിവരിക്കുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഷൈഖ് സൈനുദ്ദീൻ.